Hello guys, welcome back to another video of Mechanic Vlogger. അപ്പോൾ നമ്മൾ ഈ കാറിൻ്റെ ചെക്കപ്പ് ഒക്കെ ചെയ്തത് ഓർമ്മയില്ലേ? അന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ വർക്കിംഗ് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം ബെൽറ്റ് റിമൂവ് ചെയ്യാം. അടുത്തതായി ചെയ്യാൻ പോകുന്നത് എൻജിൻ പുള്ളി റിമൂവ് ചെയ്യുകയാണ്. എൻജിൻ പുള്ളി റിമൂവ് ചെയ്യുന്നതിനായി നമുക്കിവിടെ ലോക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെയാണ് ഫ്ലൈ വീൽ ലോക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കവിടെ എൻജിൻ പുള്ളി റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എൻജിൻ പുള്ളിയുടെ ബോൾട്ട് റിമൂവ് ചെയ്യുകയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് ത്രെഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ അടുത്തതായി റിമൂവ് ചെയ്യാൻ പോകുന്നത് സൈലൻസറാണ്. ഓയിൽ പാൻ റിമൂവ് ചെയ്യുന്നതിനായി ഗിയറിൻ്റെ ഈ സപ്പോർട്ടിംഗ് ബ്രാക്കറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ഫ്ലൈ വീല് ലോക്ക് ചെയ്തിരുന്നത്. ഓയിൽ ഡ്രെയിൻ ചെയ്ത് കൊടുക്കാം. ഓയിൽ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ പാൻ റിമൂവ് ചെയ്യാം. ഇത് ഓയിൽ പാന് റിമൂവ് ചെയ്യാം. മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ കവർ ആദ്യം റിമൂവ് ചെയ്യാം. ഈ പൈപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. ടെർബോ പൈപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിൻ്റെ കണക്ഷൻസ് റിമൂവ് ചെയ്യാം. എൻജിൻ മൗണ്ടിങ് റിമൂവ് ചെയ്യുന്നതിനായി നമുക്ക് താഴെ എൻജിന് ജാക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻജിൻ മൗണ്ടിങ് റിമൂവ് ചെയ്യാം. എൻജിൻ മൗണ്ടിങ്ങിൻ്റെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. ബെൽറ്റ് ടെൻഷനർ റിമൂവ് ചെയ്യാം. വാട്ടർ പമ്പ് റിമൂവ് ചെയ്യുന്നതിന് മുൻപായി കൂളൻ്റ് ഡ്രെയിൻ ചെയ്യാം. ഇനി വാട്ടർ പമ്പ് റിമൂവ് ചെയ്യാം.
ഈ പൈപ്പ് കണക്ഷൻ കൂടി റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഈ ടൈമിംഗ് കവർ റിമൂവ് ചെയ്യാം. അതിന് മുമ്പായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ പ്ലേറ്റിൽ ഇവിടെ ലീക്കായത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്ലേറ്റ് റിമൂവ് ചെയ്ത് ഈ ലീക്ക് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ടൈമിംഗ് കവർ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി ഈ ടൈമിംഗ് കവർ റിമൂവ് ചെയ്യാം. ഇതാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്ന ടൈമിംഗ് ചെയിൻ. ഇനി ഗ്യാസ്കറ്റ് റിമൂവ് ചെയ്യാം. ഇനി ചെയിനിൻ്റെ ഗൈഡ് റിമൂവ് ചെയ്യാം. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഗിയറും അതുപോലെ തന്നെ ടൈമിംഗ് ചെയിനും റിമൂവ് ചെയ്യാം. ടെൻഷനർ റിമൂവ് ചെയ്യാം. ക്യാം ഷാഫ്റ്റിൻ്റെ ടൈമിംഗ് ഗിയർ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ക്യാം ഷാഫ്റ്റിൻ്റെ ഗിയർ അൺബോക്സ് ചെയ്യാം. ഗിയർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗിയർ ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ടൈമിംഗ് കറക്റ്റ് ചെയ്യാനായി ക്യാം ഷാഫ്റ്റ് ലോക്ക് ചെയ്യാം. ഈ പ്ലേറ്റ് റിമൂവ് ചെയ്ത് ഗ്യാസ്കറ്റ് മേക്കർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഓയിൽ സീൽ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാമിൻ്റെ ഗിയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ക്രാങ്ക് സീലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന പാർട്സ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം മാരുതി സുസുക്കി ജെന്യൂൻ പാർട്സാണ്. മാരുതി ജെന്യൂൻ പാർട്സ് ഉപയോഗിച്ചാൽ ഇനി വരാൻ പോകുന്ന 1 lakh കിലോമീറ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ടൈമിംഗ് ഗൈഡ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ടൈമിംഗ് ചെയിൻ ഇൻസ്റ്റാൾ ചെയ്യാം.
ടൈമിംഗ് പാഡ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഇനി ടെൻഷനർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ടെൻഷനർ അൺലോക്ക് ചെയ്ത് കൊടുക്കാം. ഗ്യാസ്കറ്റ് മേക്കർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്യാസ്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ടൈമിംഗ് കവർ ഇൻസ്റ്റാൾ ചെയ്യാം. എൻജിൻ പുള്ളി ഇൻസ്റ്റാൾ ചെയ്യാം. ബെൽറ്റ് ടെൻഷനർ ഇൻസ്റ്റാൾ ചെയ്യാം. വാട്ടർ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഡ്രൈവ് ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. എൻജിൻ മൗണ്ടിംഗ് ബ്രാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. എൻജിൻ മൗണ്ടിംഗ് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഹോസ് കണക്ട് ചെയ്യാം. ഓയിൽ പാൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. So guys, thank you for watching. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ.